കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. പി.കെ. ബഷീറിന് ചാലിയാറിൽ ഉജ്ജ്വല സ്വീകരണം. ഏറനാട്ടിൽ കഴിഞ്ഞ 15 വർഷമായി താൻ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ പിന്തുണ കൂടിയാണ് ഏറനാട്ടിലെ വിജയമെന്ന പി.കെ. ബഷീർ. സമരങ്ങളുടെ കനലുകൾക്കിടാത്ത ഏറനാടിന്റെ മണ്ണിൽ ജനാധിപത്യത്തിന്റെ ധീരമായ വിളംബരമായ ജനാധികാര വസന്തത്തിന്റെ കാവിൽ മാലാക പി.കെ. ബഷീർ സാഹിബിന് പ്രൗഢോജ്വലമായിരിക്കുന്ന വിജയമൊരുക്കിയ വോട്ടർമാർക്ക് ഐക്യജനാധിപത്യ മുന്നണിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. കടന്നു വരുന്നുണ്ട് ഏറനാടിന്റെ ജനപ്രിയ നായകൻ. ഇടനെഞ്ചു നിൽക്കുന്ന വാക്യശരങ്ങളുമായ നിയമനിർമ്മാണ സഭയുടെ അകത്തളങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്ന പോരാട്ടവീര്യം കൊണ്ട് പടച്ചവന്റെ മുമ്പിലല്ലാതെ ഒരു പടത്തിന്റെ മുമ്പിലും പണകുളിക്കുമെന്ന് പ്രഖ്യാപിച്ച് പരട്ടച്ചങ്കന്റെ മുഖത്തുപോക്ക് വേൽച്ചോണ്ടി സംസാരിക്കുന്ന പോരാട്ടം നെഞ്ചുറത്തുണ്ട്. ഏറനാട് മണ്ഡലത്തിൽ നിന്നും 41,289 റെക്കോർഡ് വോട്ടുകൾക്കാണ് പി.കെ. ബഷീർ വിജയിച്ചത്. കഴിഞ്ഞ 10 വർഷമായി ഭരണത്തിലിരുന്ന പിണറായി സർക്കാരിന്റെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും ജനങ്ങൾ നൽകിയ മറുപടിയാണ് യു.ഡി.എഫിന്റെ ചരിത്ര വിജയമെന്നും പി.കെ. ബഷീർ പറഞ്ഞു. മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഓരോ തെരഞ്ഞെടുപ്പിലുമുണ്ടായ വിജയം ജനങ്ങൾക്ക് യു.ഡി.എഫിലും തന്നിലുമുള്ള വിശ്വാസത്തിന്റെ പ്രതിഫലനം കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്തിന്റെ കവാടമായ മൈലാടിയിൽ നിന്ന് യു.ഡി.എഫ് നേതാക്കളും പ്രവർത്തകരും നൽകിയത് ഉജ്ജ്വല സ്വീകരണമാണ്. യു.ഡി.എഫ് നേതാക്കളായ തോണിയിൽ സുരേഷ്, ഷൌക്കത്ത് മുട്ടിയേൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുശ്രീ സുരേഷ്, വൈസ് പ്രസിഡന്റ് തോണിക്കടവൻ ഷൌക്കത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി.ടി. ഭീന, ഡി.സി.സി ജനറൽ സെക്രട്ടറി എം.കെ. ഹാരിസ് ബാബു, ഡി.സി.സി അംഗം അഡ്വക്കേറ്റ് ഐ.കെ. യൂനുസ് സലീം, ബെന്നി കൈതോലിൽ, ഹാരിസ് ആട്ടേരി, നാലകത്ത് ഹൈദരലി, ചെറുശോല ഹസൻ, പൂക്കോടൻ നൌഷാദ്, ദേവരാജൻ ചാലിയാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഏറനാട് മണ്ഡലത്തിലെ വിജയം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നമുക്ക് തന്ന ഒരു അംഗീകാരമാണ്. 4ാമത്തെ ടൈമിൽ ആദ്യ ഘട്ടത്തിൽ ഞാൻ വരുമ്പോൾ ഈ ചാലിയാർ പഞ്ചായത്തിൽ തന്നെ ഒരു നെക്കായിരുന്നു. രണ്ടാമതിന് ഞാൻ 1300 വോട്ട് ഈ പഞ്ചായത്തിൽ വന്നു. പിന്നീട് 1389. ഇപ്പോൾ 3100 വോട്ടിൻ്റെ ഭൂരിപക്ഷം ചാലിയാർ നിട്ടി. മൊത്തം മണ്ഡലത്തിൽ 41,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായി. ജനങ്ങളെ കഴിഞ്ഞ 4 കൊല്ലം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചതിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞാനത് കാണുന്നത്. ആ വിജയം എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾ എന്നെ ഏറ്റവും സ്നേഹിക്കുകയും യു.ഡി.എഫിനെ സ്നേഹിക്കുകയും ചെയ്ത ജനങ്ങളുടെ വോട്ടാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് രൂപപ്പെട്ട ശേഷം ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്താണ്. ഇതിനു മുമ്പ് 20 കിട്ടിയിട്ടുണ്ടെങ്കിൽ 22ലേക്ക് ആദ്യം എത്തുക. മലപ്പുറത്ത് 12 നേടുകയാണ്. അതിലൊക്കെ മഹാഭൂരിപക്ഷമാണ്. ഇത്തരം രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് മാറാനുള്ള കാര്യം ഒന്ന് യു.ഡി.എഫിൻ്റെ ടീം യു.ഡി.എഫ്, പിന്നെ ജനങ്ങൾ 10 കൊല്ലമായി കേരളത്തിലെ കട്ടുപിടിച്ച ഒരു ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വിജയത്തിൽ പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ ഒരു ഏകാധിപത്യ പ്രവണതയ്ക്കെതിരായിട്ടുള്ള ഒരു വിജയത്തിൽ ജനം അത്രമാത്രം വെറുത്തിരുന്നു. അതുകൊണ്ടതാണ് കഴിഞ്ഞ 5 കൊല്ലം കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ഐക്യ ജനാധിപത്യത്തിന് വിജയിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിജയിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയിച്ചു. പിന്നെ അതിനോട് അനുബന്ധിച്ചുള്ള റിസൾട്ടാണ്. പി.കെ. ബഷീറിന്റെ ഓരോ വിജയം ഏറനാടിനെ സംബന്ധിച്ച് വലിയ ആവേശമാണ്. ഇപ്പോൾ മന്ത്രി പട്ടിക പരിശോധിക്കുമ്പോൾ പി.കെ. ബഷീറിന്റെ പേര് പരിഗണിക്കുന്നുണ്ട്. എങ്ങനെ കാണുന്നു? അതൊക്കെ പാർട്ടി തീരുമാനിക്കും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.